أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖദറിലെ മൂന്നാമത്തെയും നാലാമത്തെയും ആയത്തുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിർണയരാവ് എന്തെന്ന് നിനക്കെന്തറിയാം? നിർണയരാവ് 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഈ നിർണയ രാവ് എന്തെന്ന് നിനക്ക് എന്തറിയാം എന്ന ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു പറയുകയാണ്, ഞാനിവിടെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കുക എന്നത് ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല. ഇവിടെ നിർണയ രാവ് എന്ന് പറയുമ്പോൾ പൊതുവെ അതിന് രാത്രി അല്ലെങ്കിൽ അന്ധകാരം എന്ന അർത്ഥത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് വിശാലമായ അർത്ഥമാണ്. അപ്പോൾ ആ വിശാലമായ അർത്ഥം നിങ്ങൾക്ക് അറിയുകയില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. അത്രയും വിശാലമായ അർത്ഥമാണ് ലൈലത്തുൽ ഖദർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു പറയുകയാണ്. നാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിർണയ രാവ് 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. ഇവിടെ 1000 മാസം എന്ന് പറഞ്ഞുകൊണ്ട് അൽഫി ഷഹർ, ഈ ഷഹർ എന്ന പദത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിനും വ്യത്യസ്തമായ അർത്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഷഹർ എന്നതുകൊണ്ട് ഒരു അർത്ഥം വെളിപ്പെടുക എന്നതാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1000 വെളിപ്പെടലുകളേക്കാൾ ഉത്തമമായ രാത്രിയാണ് ഇത് എന്നതാണ്. പൊതുവെ രാത്രി എന്നത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പല കാര്യങ്ങളും മറഞ്ഞു പോകുന്ന, ഇരുട്ടിൽ മറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇവിടെ ഷഹറുൻ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 1000 വെളിപ്പെടലുകളേക്കാൾ ഉത്തമമാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ കാലഘട്ടം, ആ പ്രവാചകൻ്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരുപാട് സിഫത്തുകൾ വെളിപ്പെടുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഫിത്രത്തിൽ, മനുഷ്യൻ്റെ പ്രകൃതത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് നന്മകൾ വെളിപ്പെടുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടം അതിനുശേഷം വരുന്ന അല്ലെങ്കിൽ അതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ കാലഘട്ടത്തെക്കാളും ഉത്തമമായ കാലഘട്ടമായിരുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ ഷഹറുൻ എന്ന പദം കൊണ്ട് വെളിപ്പെടുക എന്ന അർത്ഥം എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വെളിപ്പെടുക എന്ന അർത്ഥം ഷഹറുൻ എന്ന പദത്തിന് നൽകുമ്പോൾ മറ്റൊരു അർത്ഥവും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് അള്ളാഹു പറയുകയാണ്, ഞാൻ വിശുദ്ധ ഖുർആനെ ഒരു നിർണയ രാത്രിയിൽ ഇറക്കിയിരിക്കുന്നു. ഈ രാത്രി എന്ന് പറയുന്നത് ജനങ്ങളുടെ ബാഹ്യമായ പേരും പ്രശസ്തിയും മറച്ചു കളയുന്ന രാത്രിയാണ്. ജനങ്ങൾ സൽക്കർമ്മകാരികളായിരിക്കും, ബഹുമതിയുള്ള ആളുകളായിരിക്കും, നല്ല പേരും പ്രശസ്തിയുമുള്ള ആളുകളായിരിക്കും. എന്നാൽ അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ബഹുമതിയും, എല്ലാ പ്രശസ്തിയും, എല്ലാ നന്മയും ഈ രാത്രിയിൽ മറക്കപ്പെടുന്നതാണ്. അതായത് ജനങ്ങൾ അവരെ ആക്ഷേപിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ എല്ലാ നന്മയും, അവരുടെ എല്ലാ പ്രശസ്തിയും ശത്രുക്കളുടെ ഈ അതിക്രമങ്ങൾ കാരണം മറക്കപ്പെടുന്നതാണ്. അവർ ലോകത്ത് ഏറ്റവും ദുഷ്കർമ്മകാരികളായിക്കൊണ്ട്, ഏറ്റവും നികൃഷ്ടരായിക്കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെ അതൊരു രാത്രിയുടെ രൂപത്തിൽ അവർക്ക് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, ഈ രാത്രി എന്ന് പറയുന്നത് അതിനുശേഷം വരുന്ന ഇസ്ലാമിൻ്റെ വിജയങ്ങളുടെ കാലഘട്ടങ്ങൾ, ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വിജയങ്ങളുണ്ടാകും, ഇസ്ലാമിന് ബഹുമതി ലഭിക്കുന്നതാണ്, പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. പക്ഷേ ആ കാലഘട്ടത്തെക്കാളും ഒക്കെ എത്രയോ ഉന്നതമായ മഹത്വമുള്ള ഒരു
കാലഘട്ടമാണ് ഈ രാത്രി എന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആ പീഡനങ്ങളും അതിക്രമങ്ങളുമുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് പിന്നീട് വരുന്ന പുരോഗതിയുടെയും പേരും പ്രശസ്തിയുടെയും ഒക്കെ കാലഘട്ടത്തേക്കാൾ ഉത്തമമായ കാലഘട്ടമാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരർത്ഥം. ഇസ്ലാമിൽ ഒരുപാട് പ്രശസ്തരായ ആളുകൾ വരികയുണ്ടായി. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഹസ്രത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ ജീലാനി, മൊയ്നുദ്ദീൻ ചിശ്തി, ശിഹാബുദ്ദീൻ സഹർവർദി, അങ്ങനെ ഒരുപാട് പ്രശസ്തരായ ആളുകൾ ഇസ്ലാമിൽ വരികയുണ്ടായി. അവർക്ക് നല്ല ബഹുമതിയും സ്ഥാനമാനങ്ങളും പിന്നീട് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ അനുഭവിക്കേണ്ടി വന്ന ആ പീഡനങ്ങളുടെ കാലഘട്ടവുമായിട്ട് ഈ കാലഘട്ടം താരതമ്യം ചെയ്യുമ്പോൾ ഈ പുരോഗതിയുടെയും ബഹുമതിയുടെയും കാലഘട്ടത്തെക്കാൾ എത്രയോ 1000 മടങ്ങ് ഉത്തമമായ കാലഘട്ടമായിരുന്നു ആ പീഡനങ്ങളുടെ കാലഘട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ 1000 ഷഹർ, അതായത് 1000 പ്രശസ്തിയുടെ കാലഘട്ടത്തേക്കാൾ ഉത്തമമായ ആ കാലഘട്ടമാണ് ഈ ലൈലത്തുൽ ഖദർ, ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ രാത്രികൾ എന്ന് ആണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രവചനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയ വലിയ രാജാക്കന്മാർ വരെ ജമാഅത്തിൽ പ്രവേശിക്കുന്നതാണ്. അങ്ങനെ ഒരു പുരോഗതിയുടെ കാലഘട്ടം വരാനിരിക്കുന്നു എന്നത്. അതുപോലെ തന്നെ ലോകത്ത് എല്ലാ മതങ്ങളും അഹമ്മദീയത്തിനെ അപേക്ഷിച്ച് വളരെ നിസ്സാരമായ ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ആ കാലഘട്ടത്തിൽ അഹമ്മദികളിലെ പണ്ഡിതന്മാർ വലിയ വലിയ ഉന്നത സ്ഥാനം വഹിക്കുന്നവരായിരിക്കും. എന്നാൽ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും ഈമാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കും ഈ കാലഘട്ടത്തിൽ അഹമ്മദിയ ജമാഅത്ത് സ്വീകരിച്ചുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ആ പീഡനങ്ങളുടെ ആ കാലഘട്ടം അവർക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ അവർ ജനിക്കുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു കാലഘട്ടമാണ് ഇസ്ലാമിൻ്റെ പ്രാരംഭ കാലഘട്ടവും അതുപോലെ തന്നെ അഹമ്മദിയത്തിൻ്റെ പ്രാരംഭ കാലഘട്ടവും. ആ ലൈലത്തുൽ ഖദറിൻ്റെ കാലഘട്ടമാണ്. ആ ലൈലത്തുൽ ഖദറിൻ്റെ ആ കാലഘട്ടം മറ്റേതൊരു പേരും പ്രശസ്തിയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കാലഘട്ടത്തേക്കാൾ ഉത്തമമായ കാലഘട്ടമാണ്. ആ കാലഘട്ടം ആരും കൊതിച്ചു പോകുന്ന കാലഘട്ടമാണ് എന്നാണ് ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.